വലിയ വസീഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക്. ആൾക്കൂട്ടത്തിൽ എറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു. അതും തന്നെ അതിൽ രണ്ട് വാദമുണ്ട്. എന്താണെന്നറിയില്ല നമുക്ക്. വലിയ പ്രക്ഷോഭമായിരുന്നു. അല്ല, ഇനിയിപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞുകൊണ്ട് തിരിച്ചു ചെയ്തതാ ഇത്. വിമാനത്തിൽ കയറിയത് നമ്മൾ കണ്ടല്ലേ. വിമാനത്തിൽ കയറി രണ്ടിനെയും സമീകരിക്കാൻ പറ്റുമോ? അല്ല, അതാണോ? അല്ല, രാഷ്ട്രീയ സാഹചര്യവും മാത്രമല്ല. ഇപ്പൊ വീണ ജോർജിനെ കല്ലെറിഞ്ഞിട്ട് ന്യായീകരിക്കുകയാണോ? അല്ല, ഞാൻ ഉമ്മൻചാണ്ടിയെ അങ്ങനെ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞോ? അന്നത്തെ സാഹചര്യം എന്താ? അന്നൊരു സമരം നടക്കുന്ന വേദിയിലേക്ക്. അതാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ സമരം ഉണ്ടായിരുന്നോ? ഒറ്റ മിനിറ്റ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ സമരം ഉണ്ടായിരുന്നോ? ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ സമരം ഉണ്ടോ? മറ്റതല്ല. ഞങ്ങൾ സമരമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സമരമായി പ്രദേശത്തുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവർ കടന്നു കയറുന്നത്. ഇതങ്ങനെയല്ല. ഒളിവിലിരുന്ന് കരിങ്കൊടി കാണിക്കാം. നേരിട്ട് വന്ന് കായികമായി അല്ല, അതൊക്കെ നമ്മൾ വേറെ പരിശോധിക്കേണ്ടത്. അതിലൊന്നും നമുക്കാർക്കും അങ്ങനെ ഒരാളെയും ആക്രമിക്കുന്നതിലൊന്നും ഞങ്ങൾ ഇതുവരെ ഒരാളോടും അങ്ങനെ അക്രമത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയൂല. അങ്ങനെ ഞാനും പറഞ്ഞോട്ടെ, പ്രക്ഷോഭകാരികളെ, ഈ പറയുന്ന KSUക്കാരെ നമ്മളൊന്ന് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ട് ഒന്ന് കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങളൊക്കെ പറയുന്ന പോലെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ഹാൻഡ് പിക്ക് ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ ഓരോന്നിനും എടുത്തു കളയാനല്ലേ ഉള്ളൂ ഈ കേരളത്തിലെ KSU. അതുകൊണ്ടല്ലേ ഞങ്ങളെ പറയാത്തത്. അതുകൊണ്ടാണ് ഞങ്ങളെ പറയാത്തത്. ഞങ്ങൾ ഇവിടെയും പറഞ്ഞതെന്താ? അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്. ഇല്ല, ഞാനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഏഷ്യാനെറ്റുകാരും മനോരമയും കേട്ടതെന്താ? അല്ല, ഒറ്റ മിനിറ്റ്. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചോദിച്ചത്? ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഏതോ ഒരു സമരക്കാരനെ ആക്രമിച്ചു. ഞങ്ങൾ എന്താ പറഞ്ഞത്? അങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ ആലോചിച്ചിറങ്ങി പുറപ്പെട്ടാൽ ഇതായിരിക്കില്ല കേരളത്തിന്റെ സാഹചര്യം. ഞങ്ങളെ മുമ്പിൽ കായികമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി വസീഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. KSU കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണെന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല, അതുണ്ടാകില്ല എന്നും തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.